Hi everyone, welcome to my YouTube channel Rosme in Germany. ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ബിക്കോസ് പപ്പായുണ്ട്, അമ്മയുണ്ട്, രണ്ടുപേരും നാട്ടിൽ നിന്ന് വന്നു. ചേട്ടായിനെ പിന്നെ എല്ലാവർക്കും അറിയാം. ഓൾസോ DJ ഉണ്ട്. അപ്പോൾ അടിപൊളി ഫ്രൂട്ട് സീസണാണ്. ഇവിടെ ഒത്തിരി ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ വന്നിട്ട് ഇവിടുത്തെ വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ് പറിച്ച് കഴിക്കാൻ വേണ്ടി വന്നത്. അതിൻ്റെ പുറകെ കാണുന്നത് ചെറി ട്രീസ് ആട്ടോ. ചെറി ട്രീസ് ഉണ്ട്, സ്ട്രോബെറീസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഓൾറെഡി നിങ്ങളൊക്കെ എൻ്റെ റീൽ കണ്ട് കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. അപ്പം ഫുൾ വീഡിയോ കാണാം. ഇവിടെ എന്നൊക്കെയാണ് ഉള്ളത്, എന്തോരം പറിച്ച് കഴിക്കാം, എങ്ങനെയാണെന്നൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫുൾ വീഡിയോയിലേക്ക് പോവാം. ഈ കാണുന്ന കേട്ടോ ഫ്രൂട്ട് പിക്കിംഗ് സ്ഥലത്തിൻ്റെ എൻട്രി. ഇത് മ്യൂണിക്കിൽ ഫെൽഡ് മോക്കിങ്ങിലുള്ള ഹോഫ് റൈറ്റർ എന്ന് പറയുന്ന ഫ്രൂട്ട് പിക്കിംഗ് സ്ഥലമാണ്. ഇവിടെ അത്യാവശ്യം നല്ല പാർക്കിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾക്ക് വേണ്ട ഫ്രൂട്ട്സ് പറിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ബാസ്ക്കറ്റ്സ് നമുക്ക് സ്വന്തം കൊണ്ടുവരാം. അവരതിൻ്റെ വെയിറ്റ് നോക്കിയിട്ട് കുറച്ചോളും, അല്ലെങ്കിൽ അവരായിട്ട് ബാസ്ക്കറ്റ് തരും. പിന്നെ ഇവിടെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി ഒത്തിരി ഏരിയ ഉണ്ട്. കളിക്കുന്ന ഏരിയയിൽ തന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ പറിക്കാൻ വേണ്ടി റെഡി ആയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഒരുപാട് ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. അടിപൊളി ചെടിയൊക്കെ വെച്ച് നല്ല സൂപ്പറായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടെ അത്യാവശ്യം ഫുഡൊക്കെ കിട്ടും, ബർഗേഴ്സൊക്കെ കിട്ടും. പിന്നെ അവിടുത്തെ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് യൂസ് ചെയ്തിട്ട് ഈ കാണുന്ന പോലെ പേസ്ട്രീസൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. യൂഷ്വലി എനിക്കിത് കഴിക്കാൻ പറ്റാറില്ല, ഐസ്ക്രീമും ഉണ്ട്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തോരം വേണം ഫ്രൂട്ട്സ് പറിച്ച് കഴിക്കാമല്ലോ. അപ്പം അത്രയും പറിച്ച് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും കഴിക്കാൻ യൂഷ്വലി വയറുള്ള സ്ഥലം ഉണ്ടാവാറില്ല. ബട്ട് എന്നിരുന്നാൽ പോലും ഇവിടെ വന്നിട്ട് ഫ്രഞ്ച് ഫ്രൈസൊക്കെ കഴിച്ച ടൈമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെ അവരുടെ മാപ്പ് കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, എവിടെ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉള്ളത് നമുക്ക് കറക്റ്റ് ഐഡിയ കിട്ടും. ഇവിടെ അങ്ങനെ എല്ലാം അറിഞ്ഞിട്ട് വരണമെന്നൊന്നുമില്ല. പിന്നെ കോസ്റ്റ് ഓരോ സാധനങ്ങളുടെയും എത്ര കിലോ എത്രയാണ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളൊരു സാധനം ഇവിടെ നിന്ന് പറിച്ചുകൊണ്ട് പോകാൻ പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഒരു നോർമൽ സൂപ്പർ മാർക്കറ്റിലേക്കാളും കോസ്റ്റ് ഇവിടെ കൂടുതലാണ്. അപ്പം അതറിഞ്ഞിട്ട് വേണം എല്ലാവരും പറിക്കാൻ. അങ്ങനെ നമുക്ക് ഫ്രൂട്ട്സ് പറിക്കാൻ പോവാം. ഇവിടെ അതായത് നമ്മൾ ആ ഫ്രൂട്ട്സിൻ്റെ ഏരിയയിലേക്ക് കയറുന്ന അവിടെ റൈറ്റ് സൈഡിലുള്ളത് റെഡ് കറൻ്റ് കേട്ടോ. അത് യോഹാനിസ് ബീർ എന്നാണ് ജർമ്മനിൽ പറയുന്നത്. ഇതിപ്പം എൻ്റെ ബാൽക്കണിയിലുണ്ട്. ആർക്കെങ്കിലും ഒക്കെ അറിയാവുന്ന അറിയില്ല, എൻ്റെ വീട്ടിലും ഇതിൻ്റെ ഒരു ചെടിയുണ്ട്. ഇത് അത്യാവശ്യം നല്ല പുളിയുള്ള ഒരു ടൈപ്പ് ഫ്രൂട്ട്. ആൾക്കാരിത് ജാമാക്കാനും എനിക്ക് തോന്നുന്നു സ്ക്വാഷ് ആൻഡ് വൈനൊക്കെ ആക്കാൻ യൂസ് ചെയ്യാറുണ്ടെന്ന് തോന്നുന്നു. അത്ര മധുരമുള്ളൊരു ഫ്രൂട്ടല്ല, പക്ഷേ എനിക്ക് പുളിയുള്ള ഫ്രൂട്ട്സ് ഇഷ്ടമായതുകൊണ്ടും ഇത് കാണാൻ ഭയങ്കര ഭംഗിയായതുകൊണ്ടും എനിക്കിഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ്. ഇപ്പോൾ DJ പറിച്ച് വായിലിടും. ഞാൻ ആക്ച്വലി ആദ്യം ഓർത്തതിന് പുളിയില്ലെന്ന് അവൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട്, പക്ഷേ അവൻ്റെ പുളി ഒന്ന് കിക്കാവാൻ ഒരു 2 മിനിറ്റ് എടുത്തു കണ്ടോ. അങ്ങനെ ചേട്ടായും പപ്പായും അമ്മയും കുറച്ച് മുന്നേ നടന്നു പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ റെഡ് കറൻ്റൊക്കെ വെച്ച് തന്നെ അങ്ങ് തുടങ്ങി. പിന്നെ കുറച്ചങ്ങ് നടന്നു പോകാനുണ്ട്. ഈ ഒരു ഏരിയ അത്യാവശ്യം ഹെക്ടേഴ്സ് ഉണ്ട്. എത്ര ഹെക്ടർ ആണെന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞേക്കാം കേട്ടോ. ആദ്യം റൈറ്റ് സൈഡിൽ കാണിച്ച റാസ്ബെറി ആയിരുന്നേ. പിന്നെ ലെഫ്റ്റ് സൈഡിൽ മെയ്സ്, നമ്മുടെ ചോളമൊക്കെ വളർന്നു വരുന്നുണ്ട്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ റുബാബ എന്നൊക്കെ പറഞ്ഞ സാധനം, അതിൻ്റെ സ്റ്റെമ്മാണ് യൂസ് ചെയ്യുന്നതൊക്കെ, വളർന്നു വരുന്നേ ഉള്ളൂ. വന്ന പാടെ ഫസ്റ്റ് തന്നെ കയറിയത് ഈ മിനി കുക്കുംബർ അല്ലെങ്കിൽ ബേബി കുക്കുംബറിൻ്റെ ടെൻറ്റിലാട്ടോ. ഒത്തിരി കുക്കുംബേഴ്സ് ഉണ്ട്. ഇത് മൂക്കാൻ വേണ്ടിയുള്ള, അതായത് വലിപ്പമൊന്നും ആകാൻ വേണ്ടി വെക്കുന്ന കുക്കുംബർ അല്ല. ഈ ഒരു വലിപ്പത്തിൽ തന്നെ ഇവിടെ ആൾക്കാർ സാലഡ്സിനും പിക്കിൾസിനും അല്ലാണ്ട് റോ ആയിട്ടൊക്കെ യൂസ് ചെയ്യും. അപ്പം ഇതിലും കൂടുതൽ വലിപ്പത്തിലേക്ക് പോയാൽ അത് ആക്ച്വലി പിന്നെ ആരും പറിക്കത്തില്ല. ഇത് ഈ കാണുന്ന വലിപ്പമൊക്കെ അത്ര ആൾക്കാർ പറിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഈ കുക്കുംബർ ഇങ്ങനെ പറിച്ച് ക്രഞ്ചി ആയിട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ, കുക്കുംബറിൻ്റെ ഏരിയയുടെ ഓപ്പോസിറ്റ് തന്നെയാണ് ബ്ലൂബെറി ഉള്ളത്. അവർ കുറച്ച് ബ്ലൂബെറീസ് മാത്രമേ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബ്ലൂബെറീസ് ആക്ച്വലി ഇനി ഒരു 2 വീക്സും കൂടി കഴിഞ്ഞാലാണ് ഫുള്ള് പഴുത്ത് വരുന്നത്. നിങ്ങൾക്ക് ആ കൊല കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ, അതിൽ മൊത്തം അങ്ങനെ പഴുത്തിട്ടില്ല. പക്ഷേ നമ്മളെപ്പോലെയുള്ള ഒരു ആയിരക്കണക്കിന് ആൾക്കാർക്ക് കഴിക്കാൻ മാത്രം ബ്ലൂബെറി എന്നാൽ അവിടെയോട്ട് ഉണ്ട് താനും. അങ്ങനെയാണ്. എനിക്ക് ഈ ഫ്രൂട്ട് പിക്കിംഗ് സ്ഥലത്തിനെ പറ്റിയുള്ള ഒരേ ഒരു സങ്കടം, ഇവർ ഓവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്. എനിക്ക് എത്രമാത്രം എന്ന് പറയാനറിയില്ല, അത്രമാത്രം ഉണ്ട്. ഇവരങ്ങനെ ഇത് കാര്യമായിട്ട് വിൽക്കുന്ന, സൂപ്പർ മാർക്കറ്റിലൊന്നും കൊണ്ട് വിൽക്കുന്ന ടീമല്ല. ഇങ്ങനെ ഈ ഫ്രൂട്ട് പിക്കിങ്ങിന് വേണ്ടിയിട്ട് വെച്ചേക്കുന്ന ഒരു മെയിൻ സ്ഥലമാണ്. അപ്പോൾ ആൾക്കാർ പറിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള മൊത്തം എല്ലാ വർഷവും ഇവിടെ ഇങ്ങനെ ചീഞ്ഞ് പോകും. അത് കാണുമ്പോൾ എനിക്കൊരു സങ്കടമാണ്. പിന്നെ ആ കണ്ടത് റൈറ്റ് സൈഡിൽ കണ്ടത് സ്ട്രോബെറിയുടെ ഏരിയ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ അവർ പൂട്ടിയിട്ടേക്കുക. ഞങ്ങളങ്ങനെ തക്കാളിയുടെ ഏരിയയിലേക്ക് വന്നു. ഇവിടെ അത്യാവശ്യം 3-4 ടൈപ്പ് തക്കാളിയാണ് ഇത്തവണ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ ഇച്ചിരിയുടെ വെറൈറ്റീസ് ഉണ്ടായിരുന്നു പോലെ എനിക്ക് തോന്നി. ഈ പച്ച തക്കാളി ആൾക്കാർ പറിച്ചിട്ട് പാസ്തയ്ക്ക് വേണ്ടിയുള്ള സോസ്, പച്ചയും പഴുത്തതും ഒക്കെ പറിച്ച ആൾക്കാർ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. എനിക്ക് തക്കാളി റോ ആയിട്ട് കഴിക്കാൻ അത്യാവശ്യം ഇഷ്ടമുള്ള ഒരാളാണ്. കുറേ ആൾക്കാർക്ക് ടൊമാറ്റോ ടേസ്റ്റ് ഇഷ്ടമല്ലെന്നറിയാം, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി അത്യാവശ്യം നല്ലപോലെ പഴുത്ത ചെറി ടൊമാറ്റോസ് ഇങ്ങനെ വായിലിങ്ങനെ ഇട്ട് അതിങ്ങനെ കടിക്കുമ്പം ആ ഒരു എക്സ്പ്ലോഡ് ചെയ്യുന്നൊരു ഫീലില്ലേ,
അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ടൊമാറ്റോസ് അത്യാവശ്യം മധുരമുള്ളതായിരുന്നു, ഭയങ്കര പുളിയുള്ള ടൊമാറ്റോ ഒന്നും അല്ലായിരുന്നു. ഈ ഒരു സ്ഥലത്ത് ഞാൻ എപ്പോഴും നോട്ട് ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, അപാര വിളവാണ്. ഇഷ്ടംപോലെ പൂക്കും, ഇഷ്ടംപോലെ കായ്ക്കും. നമ്മൾ ബാൽക്കണിയിലൊക്കെ വെച്ചാലൊക്കെ ഉണ്ടാകുന്നതിനേക്കാൾ ഒരുപാട് കായ്ക്കും. അത് മെയിനായിട്ടും അവർ കൊടുക്കുന്ന വളമൊക്കെ ആയിരിക്കും. പിന്നെ ഫുള്ളി ഓർഗാനിക്കാണ്, ഇവർ പെസ്റ്റിസൈഡ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കഴുകാണ്ട് പറിച്ച് കഴിക്കാം. പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഗ്രീൻ ഹൗസസിലാണല്ലോ, അതുകൊണ്ട് പൊടിയും ഒന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും പറ്റുന്നില്ല. മഴയും ഇതിൻ്റെ മുകളിൽ വീഴുന്നില്ല, പൊടിയും അങ്ങനെ തെറിക്കുന്നില്ല. അമ്മ എൻ്റെ കൂടെ ഒരു മോഡലായിട്ട് വന്നിട്ടുണ്ട്. അമ്മയുടെ എക്സ്പ്രഷൻ കണ്ട ഭയങ്കര പുളിയായിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷേ ശരിക്കും പുളിയില്ല. അമ്മ ഓൾറെഡി കുറേ ഫ്രൂട്ട്സ് കഴിച്ച് പല്ല് പുളിച്ച്, ബ്ലൂബെറി ഒക്കെ കഴിച്ച് പല്ല് പുളിച്ചതുകൊണ്ടാണ് കേട്ടോ. അമ്മ കഴിച്ചപ്പോൾ സൈഡിൽ ചെറുതായിട്ട് അവിടെ ടൊമാറ്റോ ഉണ്ടായിരുന്നു. പിന്നെ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, ഈ നെൽപ്പാടത്തിൻ്റെ ഇടയിൽ നിന്നൊക്കെ കുറേ ആൾക്കാരിങ്ങനെ ഇറങ്ങി വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. തക്കാളിയുടെ കൊയ്ത്ത് കഴിഞ്ഞിട്ട് അങ്ങനെ. പിന്നെ ആ ഒരു തക്കാളിയുടെ ഒക്കെ ഏരിയ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ അഗെയിൻ സ്റ്റിൽ ബ്ലൂബെറീസ് ആട്ടോ കാണുന്നത്. റൈറ്റ് സൈഡിൽ കുറച്ച് സ്ട്രോബെറീസിൻ്റെ ഏരിയയും കൂടിയുണ്ട്. ബട്ട് ഇനി വരുന്ന ഏരിയ എൻ്റെ ഫേവറേറ്റ് ആണ്. കിർഷൻ്റെ ഏരിയ, ചെറിയുടെ ഏരിയ, മൈ ഫേവറേറ്റ് ഏരിയ. ഓ മൈ ഗോഡ്, I'll show you. എവിടെയെല്ലാം ഓപ്പൺ ആയിരിക്കും. ചെറീസ് എവ്രിവെയർ, ചെറീസ്. എൻ്റെ ഈ സന്തോഷം സത്യസന്ധമായ സന്തോഷമാണ് കേട്ടോ. ബിക്കോസ് ഞാനൊരു ഭയങ്കര കിർഷൻ ഫാനാണ്. കിർഷൻ എന്ന് പറഞ്ഞാൽ അത് ചെറീസ്. ഞാൻ ഇടയ്ക്ക് കിർഷൻ ചെറി എന്നൊക്കെ മാറ്റി പറയും, ബിക്കോസ് ജർമ്മനിൽ അങ്ങനെ പറഞ്ഞിപ്പം അതങ്ങനെ ശീലിച്ചു പോയി. ഈ ഒരു സീസൺ ആവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും. കാരണം ഇത് വന്നു കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിലും അത്യാവശ്യം വില കുറവിൽ തന്നെ കിട്ടും. അപ്പം ഞാനിങ്ങനെ കിലോ കണക്കിന് വാങ്ങി ഇത് കഴിക്കാറുണ്ട്. ഇവിടെ ഫ്രൂട്ട് പിക്കിങ്ങിന് വന്നാലും എൻ്റെ ഒരു മെയിൻ ഹോബി ഇതിങ്ങനെ കെട്ട് കണക്കിന് പറിച്ച് നിലത്തിൽ ഇങ്ങനെ കഴിച്ച് വയറ് നിറഞ്ഞ് ഇങ്ങനെ നടക്കാനൊന്നും പറ്റാണ്ടായിട്ട് തിരിച്ചു പോവുക. ഇത് എൻ്റെ സ്ഥിരം ഹോബിയാണ്. പിന്നെ ഇവിടെ ലാഡറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, വേണമെങ്കിൽ മുകളിൽ കയറി പറിക്കാനായിരിക്കും. പക്ഷേ ഇന്ന് ആവശ്യമില്ല, ഈ മരങ്ങൾ നിറച്ചും ചെറീസാണ്. പിന്നെ ബ്രൈറ്റ് റെഡ് കളറിലെ ചെറീസ് ആക്ച്വലി പഴുത്ത് വരുന്നേ കാണത്തുള്ളൂ. ഇതുപോലെ ഇച്ചിരി ഒരു മെറൂൺ കളറായാലാണ് ശരിക്കും അത് കഴിക്കാനാവുന്നത്. ഈ ഫ്രൂട്ട് പിക്കിങ് എൻ്റെ ഒരു ഫേവറേറ്റ് ആക്ടിവിറ്റിയാണെന്ന് എല്ലാവർക്കും ഇപ്പം മനസ്സിലായി കാണുമല്ലോ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അപ്പം എല്ലാ വർഷവും ഇവിടെ 2-3 തവണ വരുമ്പം ഇത് കഴിക്കുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ അയച്ചു കൊടുക്കുന്നത് എൻ്റെ ഒരു സ്ഥിരം പരിപാടിയായിരുന്നു വീട്ടിലോട്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിങ്ങനെ കൊതി പിടിച്ചിരിക്കുമായിരുന്നു അമ്മയ്ക്ക് ഇവിടെ വരണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ആൻഡ് ഫൈനലി അവരിവിടെ കൊണ്ടുവന്നു. ഇപ്പം എല്ലാവർക്കും ചിന്തിക്കുമ്പോൾ ഫ്രൂട്ട് പിക്കിംഗ് ഒന്നും വലിയൊരു കാര്യമായിട്ട് ആർക്കും തോന്നിയെന്ന് വരില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം പപ്പാനെയും അമ്മേനെയും ഇവിടെയൊക്കെ കൊണ്ടുവരുന്നതൊക്കെ എൻ്റെ വലിയ ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റാണ് സത്യം പറഞ്ഞാൽ. പിന്നെ ഈ ചെടിയുടെ പ്രത്യേകത ഉണ്ടോ, പുറത്തുനിന്ന് നോക്കുമ്പോൾ ഭയങ്കര ഫ്രൂട്ട്സ് ഒന്നുമില്ല, ഉള്ളിൽ നിറച്ചും ചെറീസാണ്. അവിടെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. ഈ കാണുന്നത് ആപ്പിൾ ട്രീസ് ആണ്. ഈ ആപ്പിൾ ട്രീസ് ഒന്നും ഈ ഫാമിൽ ഒരു 2 ഇയേഴ്സ് മുന്നേ വരെ ഇല്ലായിരുന്നു. അവർ റീസെൻ്റ്ലി വെച്ച് പിടിപ്പിച്ചതാണ്. അതിലൊക്കെ കായൊക്കെ പിടിക്കാൻ തുടങ്ങി, ആപ്പിൾസൊക്കെ പിടിച്ച് വരുന്നേ ഉള്ളൂ. ചെടികളാണേലും ചെറുതാണ്, ഇതും ഒരു 2 മാസം എടുക്കും പഴുക്കാൻ. പിന്നെ എഗെയിൻ അവർക്ക് ബ്ലൂബെറി ഉണ്ട്. ആ ബ്ലൂബെറിയുടെ ഏരിയ പിന്നെയും ഉണ്ട്. ആൻഡ് റൈറ്റ് സൈഡിൽ കാണുന്ന ബ്ലൂബെറിയാണ്. ശരിക്കും ഇത്രയും ബ്ലൂബെറി ഇവർ എന്നാ ചെയ്യുന്ന ഞാൻ ഇടയ്ക്ക് ആലോചിക്കും. പിന്നെ ഇത് പ്ലം ആണ്, ഒരു പേർപ്പിൾ കളർ പ്ലം. ഈ പ്ലം ആക്ച്വലി എൻ്റെ ഫേവറേറ്റ് പ്ലം അല്ല. എന്തായാലും ഞങ്ങൾ നടന്ന് ആ പ്ലമ്മിൻ്റെ ഒക്കെ ഏരിയ കഴിഞ്ഞ് മുന്നോട്ട് വന്നു. എല്ലാവരുടെയും വയറിങ്ങനെ പൊട്ടാനായിട്ടുണ്ട്. പക്ഷേ ഇതാണ് സ്ട്രോബെറി അത്യാവശ്യം നല്ലപോലെയുള്ള ഏരിയ. ഇതോടെ കഴിഞ്ഞ് കേട്ടോ. റൈറ്റ് സൈഡിൽ ആ ഒരു യെല്ലോയിഷ് കളറിൽ നിങ്ങൾ കാണുന്നത് ഗോതമ്പ് പാടമാണ്, ബട്ട് അത് വേറെ പ്രോപ്പർട്ടിയാണ്. നമ്മുടെ ഫ്രൂട്ട് പിക്കിംഗ് ഏരിയ കഴിഞ്ഞു. അത്യാവശ്യം തിരക്കില്ലാത്തൊരു ദിവസമായിരുന്നു ഞങ്ങൾ പോയത്. ആൾക്കാരൊക്കെ നിറച്ചും സ്ട്രോബെറി പറിച്ചുകൊണ്ട് പോകുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു പേടിയുണ്ടായിരുന്നു, സ്ട്രോബെറി എങ്ങനെ തീരുമെന്ന്. പക്ഷേ ഈ ഒരു ഫാമിൽ ഇന്നേ വരെ ഫ്രൂട്ട്സ് തീർന്നൊരു ഹിസ്റ്ററി എൻ്റെ അറിവിലില്ല. ഇവിടെ വന്നിട്ട് ഒരിക്കലും വയറ് നിറയാണ്ട് എനിക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുമില്ല. ഞങ്ങൾ എന്തായാലും സ്ട്രോബെറി വാങ്ങിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. ഇൻ്റർവ്യൂ. ഇത്ര ഫ്രൂട്ട്സ് കഴിച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് ഏതാ പപ്പ? ഇത്ര ഫ്രൂട്ട്സ് കഴിച്ചില്ലേ, ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ? ഇതാണോ? ഇത് ഇഷ്ടപ്പെട്ടു. സ്ട്രോബെറി ഏറ്റവും അവസാനം അവിടെ നിന്ന് കഴിച്ചേ, അതാണ് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് എനിക്ക് ചെറി, കിർഷൻ, കക്കിരി ഇഷ്ടപ്പെട്ടു. കക്കിരി ഇഷ്ടപ്പെട്ടു, ഏറ്റവും തക്കാളി ഇഷ്ടപ്പെട്ടു, എല്ലാം ഇഷ്ടപ്പെട്ടു. എല്ലാം കൂടെ തിന്നാൻ പറ്റിയില്ലല്ലോ. അത് തന്നെ, ഇത് ഇങ്ങനെയാ. പക്ഷെ പണ്ടുണ്ടല്ലോ എനിക്ക് ഇനിയും കഴിക്കാൻ ഒത്തിരി പറ്റുമായിരുന്നു. പക്ഷെ എൻ്റെ പോളിങ് ഫുള്ള് കുറഞ്ഞു ഇപ്പം. ഇതൊക്കെ കാണുന്നുള്ളൂ, എനിക്കിങ്ങ് തിന്നുന്നുണ്ട്. പക്ഷെ എവിടെ എന്തോരം കായാലേ. ഒന്നുകൂടെ ഇങ്ങോട്ട് വരണമെന്നുണ്ടോ?
വേണേ വരാന്നല്ലോ. പപ്പായ്ക്ക് വന്ന ഫ്രൂട്ട്സ് പറിക്കണതുണ്ടോ? ഉണ്ട്. പേടിച്ചിട്ട് പറയുന്നതാണോ? 6 മണിക്കാ? പപ്പ വിചാരിക്കുന്ന 6 മണിക്ക് വെയിൽ കുറയുന്നതാണോ? 6 മണിക്കാണ് ഏറ്റവും കൂടുതൽ. 6 മണിക്ക് പപ്പ ഏറ്റവും ടെമ്പറേച്ചർ കൂടുന്നത്. 4 മണിക്കും 3 മണിക്കും അല്ല. DJ കഴിച്ചോ. കഴിച്ചിട്ട് മടുത്ത് നിലത്തിരിക്കുന്ന DJ. ഒന്ന് ഹായ് പറയോ? നല്ല ചൂട്, നല്ല വേർപ്പ്. ജർമ്മനിയിൽ ആക്ച്വലി ഹീറ്റ് വേവ് ഉണ്ടായിരുന്ന ടൈമിലാട്ടോ ഞങ്ങൾ പോയത്. 38 ഡിഗ്രീസ് ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ചൂടായിരുന്നു. അതുകൊണ്ട് പപ്പ വിചാരിച്ചത് കുറച്ചുകൂടെ കഴിഞ്ഞ് ചൂട് കുറയുന്നു. പക്ഷേ ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ ചൂട് കൂടും. പിന്നെ കണ്ടോ ചെറി ട്രീസ്, ഒരുപാട് ട്രീസ് ഉണ്ട്, ആവശ്യത്തിലധികം. ബാക്കിൽ ATV വീട്ടിലോട്ട് വാങ്ങാൻ ചേട്ടൻ പ്ലാൻ ഇടുന്നു അല്ലേ ഏട്ടായി? റോഡൊന്നും വേണ്ട, പറമ്പിക്കൂടെ ഓടിച്ച് നമുക്ക് അടിച്ചു പൊളിക്കാം. അങ്ങനെ പിന്നെ ഫ്രൂട്ട് പറിക്കാൻ പോയാൽ എനിക്കെപ്പോഴും സംഭവിക്കാനുള്ളൊരു കാര്യം തിരിച്ച് സംഭവിക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷം. അതായത് പോകുന്ന വഴിക്കും കഴിക്കും, തിരിച്ച് വരുന്ന വഴിക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ട് വരും. അപ്പോൾ അമ്മ തിരിച്ച് വരുമ്പോഴും പല്ലൊക്കെ പുളിച്ചിട്ട് അമ്മയ്ക്ക് വയ്യ, അത്രമാത്രം ബെറീസിലെ കഴിക്കുന്നത്. അപ്പം എന്നാലും നിർത്താൻ പറ്റാണ്ട് അമ്മ ഇങ്ങനെ ബ്ലൂബെറി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പപ്പയോട് ഞാൻ പോളിങ് പോരെന്ന് പറഞ്ഞപ്പോൾ പപ്പ തലയാട്ടിയിട്ടങ്ങ് പോയി. ഞങ്ങൾ എന്തായാലും തിരിച്ച് വരുന്ന വഴിക്ക് എഗെയിൻ എല്ലാ സ്ഥലത്തും കയറി എല്ലാം ഒന്നും കൂടെ കഴിച്ചിട്ടാട്ടോ പോകുന്നത്. പിന്നീട് ഞാൻ നിങ്ങളെ കാണിക്കാൻ ഓർത്തു. ഇവിടെ പെസ്റ്റിസൈഡ്സ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. പകരം എന്തോ പെസ്റ്റിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തോ ഓർഗാനിക് എന്തോ സംഭവം തൂക്കിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു സാധനം കാണുന്നത് തന്നെ, ടു ബി ഓണസ്റ്റ്. ഇവിടെ വന്നാൽ ഫ്രൂട്ട്സ് നമ്മൾ ആൾക്കാർ പറിച്ച് കഴിക്കുന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് എല്ലാവരും ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓൾസോ നമുക്ക് വെള്ളത്തിൽ പോലും കഴിയേണ്ട ആവശ്യമില്ല. അത്യാവശ്യം സാധനങ്ങളൊക്കെ കവേർഡാണ്. പിന്നെ ഗ്രീൻ ഹൗസ് അല്ലാണ്ട് സ്ഥലത്ത് നിൽക്കുന്ന സ്ട്രോബെറീസ് കഴിക്കുമ്പം അതിൽ ചെറിയ പൊടി, കാറ്റടിച്ചിട്ടുള്ള പൊടി ഉണ്ടായിരിക്കും എന്നുള്ള എക്സ്പെക്റ്റേഷൻ നമുക്കും വേണമല്ലോ. അങ്ങനെ ഇപ്പം അമ്മ കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനം റാസ്ബെറിയാണ് കേട്ടോ. ഈ റാസ്ബെറീസിനൊരു പ്രത്യേകതയുണ്ട്. അത് പറിച്ച് കഴിഞ്ഞാൽ നടുക്കൊരു ഇങ്ങനൊരു ഗ്യാപ്പ് പോലെ ഇരിക്കും. അങ്ങനെ ഒരാവശ്യമില്ല, ഒരു വിശപ്പുമില്ല, എന്നാലും ഞങ്ങളെല്ലാവരും സ്റ്റിൽ കഴിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇക്കൂട്ടത്തിൽ അവിടെ ഉണ്ടായിട്ടും ഞാൻ വീഡിയോയിലൊന്ന് വെറുതെ പോലും കാണിക്കാത്തത് ബ്ലാക്ക്ബെറി ആണ് കേട്ടോ. ബ്ലാക്ക്ബെറി കാണിക്കാത്തതിൻ്റെ റീസൺ അത് പൂത്തതേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴാണ് ബ്ലാക്ക്ബെറിയുടെ റാസ്ബെറിയുടെയും വേറൊരു സീസൺ. അപ്പോൾ അത് ഞാൻ വന്ന് പിന്നെയും കാണിക്കാം, ഞാൻ ഡെഫിനറ്റ്ലി വരും. പിന്നെ ഇത് ബ്ലാക്ക് കറൻറ്റ്. എനിക്ക് ബ്ലാക്ക് കറൻറ്റ് അത്യാവശ്യം എനിക്കിഷ്ടമുള്ളൊരു ഫ്രൂട്ട്. എനിക്ക് നാട്ടിൽ ബ്ലാക്ക് കറൻറ്റ് ഐസ്ക്രീമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത് നമ്മുടെ കണ്ണൂർ ക്യാപിറ്റൽ മാളിലൊരു ഐസ്ക്രീം കിട്ടുമായിരുന്നു, സൂപ്പറായിരുന്നു. ബ്ലാക്ക് കറൻറ്റ് ആസ് എ ഫ്രൂട്ട് ഒരു നല്ല ടേസ്റ്റാണ്. റെഡ് കറൻറ്റിനേക്കാളും ഡെഫിനറ്റ്ലി ബെറ്ററാണ്. ഞങ്ങളങ്ങനെ നല്ല കാറ്റുണ്ട്. ഒരു കെട്ട് സ്ട്രോബെറി. ആക്ച്വലി എൻ്റെ പ്ലാൻ കിർഷൻ വാങ്ങിക്കൊണ്ട് പോകുന്നതായിരുന്നു. പക്ഷേ കിർഷൻ എന്ന് പറയാൻ ചെറി, അത് വാങ്ങിക്കൊണ്ട് പോകുന്ന പ്ലാൻ പിന്നെ വേണ്ടെന്ന് വെച്ചു. ബിക്കോസ് കുറച്ചും കൂടെ വീട്ടിൽ പോയാൽ കഴിക്കാൻ സ്ട്രോബെറിയോട് തന്നെ ആയിരിക്കും ഇൻട്രസ്റ്റ് തോന്നി. അതുകൊണ്ട് ഇത്ര സ്ട്രോബെറി പറിച്ചുകൊണ്ട് പോവാണ്. ഇവിടെ എപ്പോൾ ഫ്രൂട്ട് പിക്കിങ്ങിന് വന്നാൽ എനിക്ക് ഇടയ്ക്കൊരു പേടി വരും, അയ്യോ ആവശ്യത്തിനില്ലേ, എനിക്ക് തികയത്തില്ലേ. പക്ഷേ ഒരിക്കലും ലൈക്ക് ഒരു 10, 15, 20 തവണ ഇവിടെ വന്നിട്ടുണ്ട്. ഒരിക്കലും എനിക്ക് തികയാണ്ട് വന്നിട്ടില്ല. എന്നെപ്പോലത്തെ ഒരു 100 പേർക്ക് ഉള്ള സാധനം, 100ൽ കൂടുതൽ ആൾക്കാർക്കുള്ള സാധനം ഇവിടെയുണ്ട്. അപ്പം എന്തായാലും ഞങ്ങൾ ഇത്ര സ്ട്രോബെറിയും കഴിച്ചിട്ട് തീരുന്നില്ലല്ലോ DJ. വീട്ടിൽ പോവാണ്. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് വീഡിയോ ആണ്. ബിക്കോസ് പപ്പായും അമ്മയും ഇന്ന് അവരിവിടെ കൊണ്ടുവന്ന് ഈ പറപ്പിക്കുക, ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കുക എന്നുള്ള എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. അപ്പം അതും സാധിക്കാൻ പറ്റി. അപ്പം ഞാൻ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഒന്നും കൂടെ എല്ലാവരും വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി. ബൈ.